എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13-ാമത്തെ വചനം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ. രണ്ട് തരത്തിലുള്ള മനുഷ്യരെ അവിടെ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, കഷ്ടം അനുഭവിക്കുന്നവർ. രണ്ട്, സുഖം അനുഭവിക്കുന്നവർ. വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ എപ്പോഴും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത ആരും ഉണ്ടാവുകയില്ല. കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ കഷ്ടം ഉണ്ടാകണം എന്നില്ല, എപ്പോഴും പ്രാർത്ഥിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. തീ കളിമണ്ണിനെ കട്ടിയാക്കുമ്പോൾ അതേ തീ മെഴുകിനെ ഉരുക്കാറുണ്ട്. ഇതുപോലെ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച ദൈവമക്കൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ചിലർ ഹൃദയകാഠിന്യമുള്ളവരായിട്ടും പിന്മാറ്റക്കാരായിട്ടും മാറുമ്പോൾ മറ്റു ചിലർ അത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് കൂടുതൽ അടുത്തിരുന്ന് അനുഗ്രഹം പ്രാപിക്കുവാനുള്ള അവസരമായിട്ട് കണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ട്. കഷ്ടത ചിലരെ പ്രാർത്ഥനയിൽ നിന്ന് ഒരുപാട് അകറ്റിക്കളയുമ്പോൾ മറ്റു ചിലരെ കഷ്ടത പ്രാർത്ഥനയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ ദൈവത്തോട് കൂടെ നടക്കുന്നു. ദൈവജനത്തിന്റെ പ്രമാണം കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്നാണ്. ഇന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ അനുഭവങ്ങൾക്ക് വ്യത്യാസം ദൈവത്തിന് വരുത്തുവാൻ കഴിയുകയുള്ളൂ. അടുത്ത വചനത്തിൽ ഇങ്ങനെയാണ്, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സുഖമനുഭവിക്കുവാനാണ്. ഇന്നലെ കഷ്ടം അനുഭവിച്ചവരാണല്ലോ ഇന്ന് സുഖം അനുഭവിക്കുന്നത്. ഇന്നലത്തെ കഷ്ടങ്ങൾ ഒരിക്കലും ഇന്ന് സുഖമനുഭവിക്കുന്ന ദൈവമക്കൾ മറന്നു പോകാതിരിക്കേണ്ടതിന് ദൈവം ജീവിതത്തിൽ ഈ അനുഭവത്തിലേക്ക് നടത്തുമ്പോൾ അവർ ഹൃദയത്തിൽ നിന്ന് നന്ദിയുടെ അടയാളമായിട്ട് പാട്ടുപാടട്ടെ എന്നാണ് ദൈവത്തിന് നമ്മെ ഓർപ്പിക്കുന്നത്. കഷ്ടതയിൽ പലപ്പോഴും പലർക്കും പാട്ട് ഉണ്ടാകാറുണ്ട്, പ്രാർത്ഥനയുണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം സുഖം ജീവിതത്തിൽ കൊടുത്തു കഴിയുമ്പോൾ പലരും പാട്ടുപാടുവാൻ മറക്കുന്നു എന്നുള്ളതല്ലേ സത്യം. നന്ദി പറയുവാൻ, ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ഹൃദയത്തിൽ നിന്ന് ആത്മീയ ഗീതങ്ങൾ പാടുവാൻ പലപ്പോഴും സുഖമനുഭവിക്കുന്ന ആളുകൾ അറിയാതെയാണെങ്കിൽ പോലും വിസ്മരിക്കുന്നത് നന്ദികേടല്ലേ? ദൈവജനം നമ്മോട് പറയുന്നു, സുഖം അനുഭവിക്കുന്നവർ നിശ്ചയമായിട്ടും പാട്ട് പാടട്ടെ. പാട്ടും പ്രാർത്ഥനയും. കഷ്ടമനുഭവിക്കുന്നവരും സുഖം അനുഭവിക്കുന്നവരും. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ ഇരിക്കണമെന്നും ഏത് കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിരന്തരമായി ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം എന്നുള്ളതുമാണ്. അതുകൊണ്ടാണ് ഈ വാക്യം, ഈ വചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. കഷ്ടം അനുഭവിക്കുന്നവർ അടുത്തിരിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവർ നിഗളിച്ചു പോകാതെ, അഹങ്കരിച്ചു പോകാതെ, കഴിഞ്ഞ നാളുകളിൽ ഇല്ലായ്മയുടെ, ദുഃഖത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് സുഖജീവിതത്തിലേക്ക്, ഈ അനുഭവത്തിലേക്ക് നടത്തിയ ദൈവത്തിന് ഹൃദയത്തിൽ നന്ദി പറയട്ടെ എന്നുള്ളത്. ബൈബിളിൽ നമുക്ക് പലപ്പോഴും ആത്മീയ ഗീതങ്ങൾ പാടിയവരെക്കുറിച്ച് ഒരുപാട് ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അവന് പാടി കീർത്തനം ചെയ്യുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ യഹോശാഫാത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതികൂലം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ പാടി സ്തുതിച്ച് തുടങ്ങി എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങളിൽ 21:13 ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും, ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും.
നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തെ സ്തുതിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 14 അധ്യായം 15 വാക്യത്തിൽ ഞാൻ ആത്മാവ് കൊണ്ടും പാടും ബുദ്ധി കൊണ്ടും പാടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 5 അധ്യായം 19 വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സമ്മിശ്ര അനുഭവങ്ങൾ ദൈവം അനുവദിച്ചേക്കാം. കഷ്ടം ഇപ്പോൾ അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് സുഖം അനുഭവിക്കുവാൻ അവസരം തന്നെങ്കിൽ ഒരിക്കലും ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കുക. ഹൃദയങ്ങളിൽ നന്ദിയുടെ അടയാളമായി പാടി കർത്താവിനെ സ്തുതിക്കുക. അങ്ങനെ പാട്ടും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറട്ടെ. സുഖവും ദുഃഖവും ജീവിതത്തിൽ വരും. ഇന്ന് കഷ്ടമനുഭവിക്കുന്നവർ നാളെ സുഖം അനുഭവിക്കും. ഇന്ന് സുഖം അനുഭവിക്കുന്ന ചിലർ ഒരുപക്ഷെ വീണ്ടും കഷ്ടത അനുഭവിക്കേണ്ടി വരും. എന്തു വന്നാലും പാട്ടും പ്രാർത്ഥനയും ഉള്ളവരായിട്ട് തീരുവാൻ നമുക്ക് സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. വചനപ്രകാരം ജീവിപ്പാൻ കൃപ തരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനകൾ കേൾക്കുന്നവനേ, യാചനകൾ നൽകുന്നവനേ, ഞങ്ങളിൻ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ.